അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ കൂടിയ ശേഷം ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് കഷ്ടകാലമാണ്. അമേരിക്കയിലും യൂറോപ്പിലും മസ്കിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തമാണ്. ടെസ്ലയുടെ വീഴ്ചയ്ക്ക് പിന്നാലെ ഇരുട്ടടി പോലെ ട്രംപിന്റെ പകരം തീരുവാൻ നയങ്ങളും എല്ലാം കൂടി ആയതോടെ 2025 മസ്കിന് നഷ്ടമായത് ശതകോടികളാണ്. മസ്കും അദ്ദേഹത്തിന്റെ വ്യവസായങ്ങളും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന് സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായ കണക്ക് പുറത്തു വന്നപ്പോഴാണ് അതിന്റെ കാഠിന്യം ലോകം തിരിച്ചറിഞ്ഞത്. ഏപ്രിൽ 7 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം മസ്കിന്റെ സമ്പത്ത് 25 ലക്ഷം കോടി രൂപയാണ്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ 34 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നിടത്ത് നിന്നാണ് മസ്കിന്റെ കൂപ്പുകുത്തൽ. അതായത് വെറും 4 മാസം കൊണ്ട് 9 ലക്ഷം കോടി രൂപയുടെ തകർച്ച. ശതമാന കണക്ക് പരിശോധിച്ചാൽ സമ്പത്തിന്റെ 31% ചെറിയ കാലയളവിൽ ഇല്ലാതായത്. ടെസ്ലയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞതും ട്രംപിന്റെ പകരം തീരുവകളുമാണ് മസ്കിന് പണിയായത്. ടെസ്ലയുടെ ഓഹരി മൂല്യത്തിൽ 40% ഇടിവാണ് സംഭവിച്ചത്. പകരം തീരുവ പ്രഖ്യാപനം കൂടി വന്നതോടെ മസ്കിന് നഷ്ടമായത് സ്വത്തിന്റെ 10.5%. അങ്ങനെ എല്ലാ തരത്തിലും തിരിച്ചടികളുടെ കാലമാണ് മസ്കിന്. തീരുവ പിൻവലിക്കണമെന്ന് ട്രംപിനോട് മസ്ക് നേരിട്ട് അപേക്ഷിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപ് കൂട്ടാക്കുന്ന മട്ടില്ല. അതിനിടയിലാണ് ട്രംപ് നൽകിയ ഡോജിന്റെ മേധാവി പദവിയിൽ നിന്ന് മസ്ക് പുറത്തേക്കെന്ന വാർത്തകളും പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുവയെ ചൊല്ലി മസ്കും ട്രംപിന്റെ വ്യവസായ ഉപദേഷ്ടാവ് പീറ്റർ നവാരോയും തമ്മിൽ ഏറ്റുമുട്ടലും നടന്നിരുന്നു. തീരുവയെ പിന്തുണച്ച നവാരോയുടെ ഹാർവർഡ് സർവകലാശാലയിൽ നിന്നുള്ള PhDയെ മസ്ക് പരിഹസിച്ചു. അതേസമയം യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള തീരുവ 0 എത്തിക്കണമെന്ന് അഭിപ്രായപ്പെട്ട മസ്കിന് കാർ കച്ചവടം മാത്രമേ അറിയൂ എന്നായിരുന്നു നവാരോയുടെ തിരിച്ചടി. അങ്ങനെ ആകെ മൊത്തം പ്രശ്നത്തിലാണ് മസ്ക്. ശരിക്കും മസ്ക് മാത്രമല്ല ട്രംപിന്റെ നയങ്ങൾ മുഖാന്തരം ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമ്പന്നൻ. മിക്ക പണക്കാർക്കും നല്ല ഉഗ്രം പണിയാണ് ട്രംപിന്റെ നയങ്ങൾ നൽകിയിരിക്കുന്നത്. ഫോബ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെറ്റ CEO മാർക്ക് സക്കർബർഗ്, ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, എൻവിഡിയ CEO ജെൻസൺ ഹുയാങ് തുടങ്ങി ഒരു നിര തന്നെ അടിതെറ്റിയവരുടെ കൂട്ടത്തിലുണ്ട്. സക്കർബർഗിന് നഷ്ടമായത് 1.5 ലക്ഷം കോടി രൂപയാണെങ്കിൽ ബെസോസിന്റെ നഷ്ടം 1.3 ലക്ഷം കോടിയാണ്. ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബറ്റ് CEOയും ഇന്ത്യൻ വംശജനുമായ സുന്ദർ പിച്ചയ്ക്കും പോയി 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ സ്വത്ത്. അമേരിക്കയുടെ വിമോചന ദിനം എന്ന പേരിൽ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളായിരുന്നു ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളുടെ സമ്പത്തിൽ വലിയ ഇടിവുണ്ടാക്കിയത് എന്ന് വ്യക്തം. ഇത്രയും നേരം പറഞ്ഞത് സമ്പന്നരുടെ കാര്യം മാത്രമാണ്. അതിനർത്ഥം സമ്പന്നരെ മാത്രം ബാധിച്ച ഒന്നാണ് ട്രംപിന്റെ നയങ്ങൾ എന്നതല്ല. തീരുവ വർദ്ധിക്കുന്നതോടെ ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന അമേരിക്കക്കാർ അവിടുത്തെ സാധാരണ ജനങ്ങളാണ്. തീരുവകളുടെ ഭാരം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതോടെ വിലക്കയറ്റം അതിരൂക്ഷമാകാനാണ് സാധ്യത. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിന്റെ പ്രഖ്യാപനം സാധാരണക്കാരുടെ ജീവിത ചെലവ് കുറയ്ക്കുമെന്നായിരുന്നെങ്കിൽ നടക്കുന്നത് മറിച്ചാണ്. കുട്ടികളുടെ ഷൂ മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില വർദ്ധിക്കാൻ പോവുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യെയിൽ സർവകലാശാലയിലെ ബജറ്റ് ലാബ് നടത്തിയ പഠനത്തിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം പ്രഖ്യാപിച്ച തീരുവകളുടെ ഫലമായി പ്രതിവർഷം ശരാശരി 3.5 ലക്ഷം രൂപയായി ഒരു കുടുംബത്തിന് ജീവിത ചെലവ് വർദ്ധിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സമൂലമായ തകർച്ചയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്നത്. അപ്പോഴും വലിയ രോഗത്തിന്റെ ചികിത്സ വേദനയുള്ളതാകുമെന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്.